നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് റാസ്റ്റർ സ്കാൻ ആൻഡ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ ആണ്. CRT സ്ക്രീനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന. കാത്തോഡ് റേ ട്യൂബാണ് ആദ്യകാലത്ത് യൂസ് ചെയ്ത വീഡിയോ ഡിസ്പ്ലേ ഡിവൈസ്. ആ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിൽ രണ്ട് വിധത്തിലുള്ള ഡിസ്പ്ലേ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ, സെക്കൻഡ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. The most common type of graphics monitor employing a CRT is the raster scan display. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന CRTയിൽ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ടെക്നോളജി എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ആണ്. അതായത് ഇത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ CRT ആണ്. അതായത് അതിൽ കാത്തോഡ് റേ ട്യൂബും കാണിച്ചിട്ടുണ്ട്, അതേപോലെ അതിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സ്ക്രീനാണ്. ആ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾ പഴയ CRT TV എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അടുത്ത് പോയി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പാരലൽ ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിൽ തന്നെ കുറേ ഇങ്ങനെ സ്മോൾ സ്പോട്ട് കാണാൻ വേണ്ടി പറ്റും. കുറേ കുത്ത് പോലെ കാണാൻ വേണ്ടി പറ്റും. ആ കുത്താണ്, അതിനെയാണ് നമ്മൾ പിക്ചർ ഇലമെൻ്റ് എന്ന് പറയാം. ആ പിക്ചർ ഇലമെൻറ്റിലാണ് ഇലക്ട്രോൺ ബീം പോയി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന. ആരെങ്കിലും വീട്ടിൽ TV ഉണ്ടെങ്കിൽ, പഴയ TV ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അടുത്ത് പോയി നോക്കി ഇങ്ങനത്തെ കുറേ സ്കാൻ ലൈൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ സ്കാൻ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ ഇലക്ട്രോൺ ബീം സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായി മൂവ് ചെയ്യുകയാണ് ചെയ്യാം. സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായി മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീം ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്കാൻ ചെയ്ത് ആ സ്കാൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിലെത്തും. പിന്നെ സ്കാൻ ചെയ്ത് അടുത്ത സ്കാൻ ലൈനിലെത്തും. അങ്ങനെ എവിടെയാണോ പിക്ചർ ഇൻഫർമേഷൻ ഉള്ളത് അവിടെയുള്ള ഇൻറ്റൻസിറ്റി ഓണും ഓഫും ചെയ്തിട്ടാണ് പിക്ചർ ഡ്രോ ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിളാണ് ഡ്രോ ചെയ്യുന്നത്. അറ്റ് എ ടൈം ആ ട്രയാങ്കിൾ ഡ്രോ ചെയ്യുന്നില്ല. ഇലക്ട്രോൺ ബീം സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായി മൂവ് ചെയ്ത് ഓരോ ലൈനിൽ ഏത് ഇൻറ്റൻസിറ്റിയാണ് ഓൺ ചെയ്യേണ്ടത് അങ്ങനെ ഓൺ ചെയ്താണ് ലാസ്റ്റ് ഒരു ട്രയാങ്കിൾ വരക്കുന്നത്. അപ്പോൾ ഇതാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേൻ്റെ വർക്കിംഗ്. ഇലക്ട്രോൺ ബീം swept across scan line by scan line and intensity is turned on and off to display picture. ഓക്കെ, മനസ്സിലായോ? അപ്പം നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ പിക്ചർ ഡ്രോ ചെയ്യുന്നത്, എങ്ങനെ ഇവർക്ക് അറിയുന്നത് ഇത് കൃത്യമായിട്ട് ഇന്ന പോയിന്റിലാണ് ഇൻറ്റൻസിറ്റി ഓണും ഓഫും കാണിക്കണ്ടേന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് അറിയണം. അപ്പോൾ ഇവിടെ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണോ പിക്ചർ ഡ്രോ ചെയ്യുന്നത് ആ പിക്ചറിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് റിഫ്രഷ് ബഫർ. നമുക്ക് നോക്കാം. ഇൻ ദി കേസ് ഓഫ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ, ദിസ് electron beam is swept across the screen one row at a time. The electron beam move across each row. The beam intensity is on and off to indicate pattern of illuminated spots on the screen. അങ്ങനത്തെ ഇലൂമിനേറ്റഡ് സ്പോട്ട്സ് ആണ് നമ്മൾ കാണുന്നത്. അതായത് എവിടെയാണോ പിക്ചർ ഇൻഫർമേഷൻ ഉള്ളത് അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓൺ ചെയ്യും, ലൈറ്റ് ഓൺ ചെയ്യും. ബാക്കിയുള്ള പ്ലേസിൽ ഇൻറ്റൻസിറ്റി ഓൺ ചെയ്യൂല. അങ്ങനെയാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേൻ്റെ കേസിൽ പിക്ചർ ഡ്രോ ചെയ്യുന്നത്. അതേപോലെ ദി ഇലക്ട്രോൺ ബീം പിക്ചർ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദി മെമ്മറി ഏരിയ കോൾഡ്. അതായത് ഈ പിക്ചർ ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ മെമ്മറിയിൽ, അതായത് എല്ലാത്തിനും മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിലാണ് ഈ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ആ മെമ്മറി ഏരിയനെയാണ് പറയുക റിഫ്രഷ് ബഫർ ഓർ ഫ്രെയിം ബഫർ. ക്വസ്റ്റ്യൻ ആണ്, റാസ്റ്റർ സ്കാൻ സിസ്റ്റം വേർ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർഡ്, അല്ലെങ്കിൽ ഇൻ എ റാസ്റ്റർ സ്കാൻ സിസ്റ്റം പിക്ചർ ഇൻഫർമേഷൻ ഈ സ്റ്റോർഡ് ഇൻ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കും. അതാണ് റിഫ്രഷ് ബഫർ. റിഫ്രഷ് ബഫറിൽ ഓരോ സ്ക്രീൻ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ സ്റ്റോർ ചെയ്യാന്ന് ചെയ്യാം.
അതേപോലെ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫറിൽ പിക്ചർ അതിൻ്റെ വോൾട്ടേജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ആ പോയിൻറ്റിന്, അതായത് ആ പോയിൻ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി, അതായത് എത്ര കറണ്ടാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ കറണ്ടിൻ്റെ വാല്യൂ ആണ് ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഇൻറ്റൻസിറ്റി. ദിസ് മെമ്മറി ഏരിയ ഹോൾഡ് ദി സെറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂ. അതായത് നമ്മൾ ഇലക്ട്രോൺ ബീമിന് ആ പോയിന്റിൽ കൊണ്ടുപോയി ഹിറ്റ് ചെയ്യിക്കുക വേണ്ടേ. അപ്പോൾ എത്ര കറണ്ട് അപ്ലൈ ചെയ്താലാണ് ആ പോയിന്റിൽ ഇത് കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുക, അതാണ് ഇൻറ്റൻസിറ്റി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ ഫ്രെയിം ബഫറിൽ നമ്മൾ ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. അതും പ്രത്യേകം ഓർമ്മിക്കണം. റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ ഫ്രെയിം ബഫറിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വരും. എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി വാല്യൂ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഈ സ്ക്രീൻ നോക്കിയാൽ നമുക്ക് കുറേ ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കുറേ ഡോട്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡോട്ടാണ് ഓണും ഓഫും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രീനിലെ ആ ഓരോ പോയിൻറ്റിനെ, ഈച്ച് സ്ക്രീൻ പോയിൻ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ പിക്സൽ ഓർ പെൽ. ഷോർട്ട് ഹാൻഡ് ഫോം ആണ് പിക്സലും പെല്ലും. പെല്ലിൻ്റെ ഇതാണ് എന്ത് അബ്രിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനാണ് പിക്ചർ ഇലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ റാസ്റ്റർ സ്കാൻ സിസ്റ്റം ഈച്ച് പോയിൻ്റ്, അതായത് ഇവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റിനെയാണ് എന്ത് പറയുക, പെല്ലെന്ന് പറയുക. ഓരോ സ്കാൻ ലൈനിലും എന്തുണ്ടാവും, ഓരോ പെൽസ് ഉണ്ടാവും, ഓരോ പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റാണ് ഓണും ഓഫും ചെയ്തിട്ടാണ് പിക്ചർ ഡ്രോ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത്, നമ്മൾ രണ്ട് വിധത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട് നമ്മളിപ്പം. പക്ഷെ ഇപ്പം നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത് കളർ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പണ്ടെല്ലാം ആദ്യത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അകത്ത് ഒന്നിക്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽസ് ആണ് കാണിക്കുന്നത്. ഗ്രേ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ, അല്ലാണ്ട് വേറെ ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ, ഇൻ ദി കേസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റം, അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് മോണോക്രോമാറ്റിക് സിസ്റ്റം. ഇനി മോണോക്രോമാറ്റിക് സിസ്റ്റം, only one bit per pixel is needed to control the intensity of screen position. ഓരോ സ്ക്രീൻ പോയിൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ബിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. Only one bit per pixel is needed to control intensity of screen position in a black and white system. അപ്പോൾ രണ്ട് ഇൻറ്റൻസിറ്റി ലെവൽസ് ഏതൊക്കെയായിരിക്കും? ഒന്നിക്കിൽ അതിനെ ഓൺ ആക്കണം, അല്ലെങ്കിൽ അതിനെ ഓഫ് ആക്കണം. പിക്ചറുള്ള പോയിൻറ്റിൻ്റെ പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി ഓൺ ചെയ്യണം, മറ്റുള്ള സ്പോട്ടിൽ പിക്ചറിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ചെയ്യണം. ആ ബിറ്റ് വാല്യൂ 1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഒരു ബിറ്റാണ് യൂസ് ചെയ്യുന്നു. ആ ബിറ്റ് എന്ന് പറയുന്നത് 1 or 0. 1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? 1 is used to അതിൽ a bit value of 1 indicate that the electron beam is turned on. ആ സ്പോട്ടിൽ ലൈറ്റ് ഓൺ ആവണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും? 1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് 0 ആണെങ്കിൽ എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ പിക്ചറൊന്നും ഡ്രോ ചെയ്യണ്ട. ആ പിക്ചർ അവിടെ ഡ്രോ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം ഓൺ ആക്കണ്ട. അതാണ് ബിറ്റ് വാല്യൂ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോണോക്രോമാറ്റിക് സിസ്റ്റത്തിലെ ഫ്രെയിം ബഫറിൽ ഒരു ബിറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓരോ സ്ക്രീൻ പോയിൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിറ്റ് വാല്യൂ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പൊസിഷനിൽ എന്തായിരിക്കും? സ്ക്രീൻ ഇൻറ്റൻസിറ്റി ഓണും. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പൊസിഷനിൽ ബീം ഇൻറ്റൻസിറ്റി ഓഫുമാണ് വരുന്നത്. ഇനിയിപ്പം നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് അതായത് കളർ മോണിറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു പിക്സലിന് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സിംഗിൾ ബിറ്റ് പോരാ. അതായത് നമ്മൾ RGB മോണിറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ RGBൻ്റെ കോമ്പിനേഷൻ റെഡ്, ഗ്രീന്, ബ്ലൂ. അതായത് ഇപ്പം നമുക്ക് ചിലപ്പോൾ റെഡ് കളർ മാത്രമേ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നമ്മളതിന് 3 ബിറ്റ് വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. RGB മോണിറ്ററിൻ്റെ കേസിൽ അപ്പോൾ 3 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ റെഡിൻ്റെ പൊസിഷൻ ഓണും മറ്റേ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും പൊസിഷൻ ഓഫും ആണെങ്കിൽ 100 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് കളർ
കളർ ഡിസ്പ്ലേൻ്റെ കേസിൽ പിക്ചർ ഇൻഫർമേഷനിൽ റീഫ്രഷ് ബഫറിൽ പിക്ചർ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ബിറ്റ്സ് വെച്ചിട്ടാണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ത് കളറാണ് ഡിസ്പ്ലേ കണ്ടതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അത് നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കളർ CRT മോണിറ്ററിൽ പഠിക്കും. അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിൽ ഫ്രെയിം ബഫറിൽ ഒരു ബിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ, ഒരു സ്ക്രീൻ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സിംഗിൾ ബിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റം 1 bit per pixel on a black and white system with 1 bit per pixel, the frame buffer is called bitmap. ആ ടേം ഓർമ്മിച്ച് നോക്കണം. എന്താ ബിറ്റ് മാപ്പ് എന്നാ പിക്സ് മാപ്പ് എന്ന് ചോദിക്കും. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റം ഓ മോണോക്രമാറ്റിക് സിസ്റ്റം വിത്ത് 1 bit per pixel, ഒരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 1 ബിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഫ്രെയിം ബഫറിനെയാണ് നമ്മൾ ബിറ്റ് മാപ്പ് എന്ന് പറയാം. On a black and white system with 1 bit per pixel, the frame buffer is called bitmap. ഇനി അതല്ല കളർ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. കളർ സിസ്റ്റത്തിൻ്റെ കേസിൽ സിംഗിൾ ബിറ്റ് വെച്ചിട്ടല്ല നമ്മളൊരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ ബിറ്റ്സ് വെച്ചിട്ടാണ് ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇൻ ദി കേസ് ഓഫ് കളർ സിസ്റ്റം അല്ലെ കളർ ഡിസ്പ്ലേ, മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ, അതായത് സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ, ഒരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രെയിം ബഫറിനെ നമ്മൾ എന്ത് പറയും? പിക്സ് മാപ്പ് എന്ന് പറയും. പിക്സ് മാപ്പ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആ. സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ, ദി ഫ്രെയിം ബഫർ ഈസ് കോൾഡ് പിക്സ് മാപ്പ്. അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് സ്കാൻ ലൈൻ, അതായത് ഒരു സ്കാൻ ലൈൻ എൻഡ് ചെയ്ത് അടുത്ത സ്കാൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോൺ ബീം, അതായത് ഈ ലൈനാണ്, ഈ മുകളിൽ കാണുന്ന ഒരു ലൈനാണ് ഒരു സ്കാൻ ലൈൻ. അപ്പോൾ ഒരു സ്കാൻ ലൈൻ കഴിഞ്ഞ് അടുത്ത സ്കാൻ ലൈനിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഇലക്ട്രോൺ ബീം എത്തുന്നതിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ റീട്രേസ്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് സ്കാൻ ലൈൻ the electron beam return to the left side of the screen to begin displaying the next scan line. At the end of each scan line, the electron beam return to the left side of the screen to begin displaying the next scan line. Okay, they return to the left of the screen after refreshing each scan line is called the horizontal retrace. They return to the left of the screen after refreshing each scan line. ഓരോ സ്കാൻ ലൈനും റിഫ്രഷ് ചെയ്ത് ഇലക്ട്രോൺ ബീം നെക്സ്റ്റ് സ്കാൻ ലൈനിൻ്റെ ലെഫ്റ്റിൽ പൊസിഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ റീട്രേസ്. They return to the left of the screen after refreshing each scan line is called the horizontal retrace. Okay, at the end of each frame, ഒരു സ്കാൻ ലൈൻ കഴിഞ്ഞ് ഇലക്ട്രോൺ ബീം ആ ഫ്രെയിമിൻ്റെ എൻഡിലെത്തും. അപ്പോൾ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയി. ഒരു ഫ്രെയിം കഴിഞ്ഞ് അടുത്ത ഫ്രെയിം, അതായത് ഒരു ഫ്രെയിം ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്ത് ഇനി അടുത്ത പിക്ചർ ഡിസ്പ്ലേ ചെയ്യുമ്പോഴേ ഇലക്ട്രോൺ ബീം വീണ്ടും എന്ത് ചെയ്യും? ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ട് മൂവ് ചെയ്യും. ഒരു ഫ്രെയിം കഴിഞ്ഞ്, അതായത് ആദ്യത്തെ സ്കാൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇലക്ട്രോൺ ബീം മൂവ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ റീട്രേസ്. അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഫ്രെയിം, the electron beam return to the top left corner of the screen. At the end of each frame, the electron beam return to the top left corner. Top left corner എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യും? ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടാകുമ്പോൾ അടുത്ത ഫ്രെയിമിൻ്റെ, എനിക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിളാണ് ഇനി ഡ്രോ ചെയ്യേണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? പുതിയൊരു സ്ക്രീൻ വരും. അന്നേരം ഇലക്ട്രോൺ ബീം അതിൻ്റെ ആദ്യത്തെ സ്കാൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഫ്രെയിം, ദി ഇലക്ട്രോൺ ബീം റിട്ടേൺ ടു ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ ഈസ് കോൾഡ് വെർട്ടിക്കൽ റീട്രേസ്. ഇത്രയാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത്, കോമൺ ആയിട്ട് CRTയിൽ 2 വിധത്തിലുള്ള ഡിസ്പ്ലേ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ റാസ്റ്റർ സ്കാൻ, സെക്കൻഡ് വൺ റാൻഡം സ്കാൻ. റാസ്റ്റർ സ്കാൻ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ ഇലക്ട്രോൺ ബീം സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായി മൂവ് ചെയ്യും.
അവിടെ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി വാല്യൂസ് ആയിട്ട് റീഫ്രഷ് ബഫറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ സ്ക്രീൻ പോയിൻറ്റ് നമ്മൾ പിക്സൽ എന്ന് പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിന് മോണോക്രോമാറ്റിക് സിസ്റ്റം എന്ന് പറയും. മോണോക്രോമാറ്റിക് സിസ്റ്റത്തിൽ ഒരു പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സിംഗിൾ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ് വാല്യൂ 1 ഇൻറ്റൻസിറ്റി ഓണും ബിറ്റ് വാല്യൂ 0 ഇൻറ്റൻസിറ്റി ഓഫും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിൽ പിന്നെ നമ്മൾ ഒരു ബിറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോഴും അങ്ങനെയുള്ള ഫ്രെയിം ബഫറിനെ നമ്മൾ പറയും ബിറ്റ് മാപ്പ് എന്ന് പറയും. കളർ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫ്രെയിം ബഫറിനെ നമ്മൾ എന്ത് ചെയ്യും? പിക്സ് മാപ്പ് എന്ന് പറയും. ഒരു സ്കാൻ ലൈൻ കഴിഞ്ഞ് അടുത്ത സ്കാൻ ലൈനിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഇലക്ട്രോൺ ബീം മൂവ് ചെയ്യുന്നതിന് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയും. ഒരു ഫ്രെയിം എൻഡ് ചെയ്ത് അടുത്ത ഫ്രെയിമിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഇലക്ട്രോൺ ബീം മൂവ് ചെയ്യുന്നതിന് നമ്മൾ വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റം. ഇനി അടുത്ത ടെക്നോളജി റാൻഡം സ്കാൻ സിസ്റ്റമാണ്. റാൻഡം സ്കാൻ സിസ്റ്റത്തിന് വേറെയും കുറേ പേരുകളുണ്ട്. പിന്നെ നമ്മൾ സ്ട്രോക്ക് റൈറ്റിംഗ് ഡിസ്പ്ലേ കാലിഗ്രാഫിക് ഡിസ്പ്ലേ അല്ലെങ്കിൽ വെക്റ്റർ ഡിസ്പ്ലേ എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ റാൻഡം സ്കാൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അറ്റ് എ ടൈം ഒരു ലൈനാണ് ഡ്രോ ചെയ്യുന്നുണ്ടാവും. അറ്റ് എ ടൈം ഒരു ലൈൻ. ഇപ്പം നമുക്കൊരു ട്രയാങ്കിളാണ് വരക്കേണ്ടതെങ്കിൽ 3 ലൈൻസാണ് അവിടെ ഡ്രോ ചെയ്യുക. അല്ലാണ്ട് ഇലക്ട്രോൺ ബീം സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായി മൂവ് ചെയ്യൂല. ഇവിടെ കാണുന്നില്ലേ? ആദ്യം ഒരു ലൈന് വരച്ചു, പിന്നെ വേറൊരു ലൈന് വരക്കും, പിന്നെ അടുത്ത ലൈന്. 3 ലൈൻസ് ആയിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ ഡ്രോ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. When operated as a random scan display unit, a CRT has the electron beam directed only to the part of the screen where a picture is to be drawn. ഇലക്ട്രോൺ ബീം എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുക? എവിടെയാണോ പിക്ചർ ഡ്രോ ചെയ്യേണ്ടത് അവിടത്തേക്കാണ് ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യുക? പോയിൻ്റ് ചെയ്യുക. അല്ലാണ്ട് സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈൻ ആയിട്ട് എന്ത് ചെയ്യൂല? ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യൂല? മൂവ് ചെയ്യൂല. അതാ പറഞ്ഞത്. വെൻ ഓപ്പറേറ്റഡ് ആസ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ യൂണിറ്റ് ഇലക്ട്രോൺ ബീം random scan display unit, a CRT has the electron beam directed only to the part of the screen where a picture is to be drawn. Random scan monitor draw a picture one line at a time. At a time ഒരു ലൈനാണ് ഡ്രോ ചെയ്യുക. For this reason, random scan display also referred to as vector display or stroke writing display or calligraphic display. Random scan monitor draw a picture one line at a time. At a time ഒരു ലൈനാണ് ഡ്രോ ചെയ്യുന്നത്. ആ കാരണം കൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? വെക്റ്റർ ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ട്രോക്ക് റൈറ്റിംഗ് ഡിസ്പ്ലേ ഓർ കാലിഗ്രാഫിക് ഡിസ്പ്ലേ. അതേപോലെ റീഫ്രഷ് റേറ്റ് ഓൺ എ റാൻഡം സ്കാൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ലൈൻസ് ടു ബി ഡിസ്പ്ലേഡ്. എത്ര ലൈൻസ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് തീരുമാനിക്കുന്നത്. റീഫ്രഷിംഗ് റേറ്റ് ഓൺ എ റാൻഡം സ്കാൻ സിസ്റ്റം ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് ലൈൻസ് ടു ബി ഡിസ്പ്ലേഡ്. എത്ര ലൈനാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ? ആ ലൈനല്ലേ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ലൈനിൻ്റെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു റീഫ്രഷ് ബഫറിലാണ് നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. റാൻഡം സ്കാൻ അതും അവിടെ ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് സ്റ്റോർ ചെയ്തത്. പക്ഷേ റാൻഡം സ്കാൻ സിസ്റ്റത്തിൽ അല്ലെ ഡിസ്പ്ലേയിൽ പിക്ചർ ഇൻഫർമേഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പിക്ചർ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ആസ് എ സെറ്റ് ഓഫ് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ്. ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആണ്. ഒരു ലൈന് ഡ്രോ ചെയ്യേണ്ട കമാൻഡാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യാം. മെമ്മറി ഏരിയയിൽ സ്റ്റോർ ചെയ്യാം. മെമ്മറി ഏരിയയൊക്കെ നമ്മൾ വേറെയും കുറേ പേര് പറയുന്നുണ്ട്. റീഫ്രഷ് ഡിസ്പ്ലേ ഫയൽ ഓർ ഡിസ്പ്ലേ പ്രോഗ്രാം ഓർ ഡിസ്പ്ലേ ലിസ്റ്റ് ഓർ റീഫ്രഷ് ബഫർ എന്നും പറയും. അല്ലെങ്കിൽ എന്തൊക്കെ പറയും? റീഫ്രഷ് ഡിസ്പ്ലേ ഫയൽ, ഡിസ്പ്ലേ പ്രോഗ്രാം, ഡിസ്പ്ലേ ലിസ്റ്റ്. റീഫ്രഷ് ഡിസ്പ്ലേ ഫയൽ, ഡിസ്പ്ലേ പ്രോഗ്രാം, ഡിസ്പ്ലേ ലിസ്റ്റ് ഓർ റീഫ്രഷ് ബഫർ എന്നും പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട റാൻഡം സ്കാൻ സിസ്റ്റത്തിൽ റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ഡിസ്പ്ലേ ഫയൽ സ്റ്റോർ ചെയ്യുന്നത് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആണ്, ഇൻറ്റൻസിറ്റി വാല്യൂസ് അല്ല. അതേപോലെ റാൻഡം സ്കാൻ സിസ്റ്റം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൈൻ ഡ്രോയിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. റിയലിസ്റ്റിക് പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം സ്കാൻ ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് റാൻഡം സ്കാൻ സിസ്റ്റം.
റാൻഡം സ്കാൻ ഡിസ്പ്ലേ. അപ്പോൾ റാൻഡം സ്കാൻ ഡിസ്പ്ലേൻ്റെ വേറൊരു പേരാണ് സ്ട്രോക്ക് റൈറ്റിംഗ്, കാലിഗ്രാഫിക് ഓർ വെക്റ്റർ ഡിസ്പ്ലേ. അതിൻ്റെ കേസിൽ CRT, ആ CRTയിൽ ഇലക്ട്രോൺ ബീം ഡയറക്റ്റഡ് ഓൺലി ടു എ പാർട്ട് ഓഫ് ദി സ്ക്രീൻ വേർ എ പിക്ചർ ഈസ് ടു ബി ഡ്രോൺ. Random scan monitor draw a picture one line at a time. For this reason, random scan display is also known as vector display or calligraphic display or stroke writing display. Refresh rate on a random scan display depend upon the number of lines to be displayed. In the case of random scans display, picture information is stored in the form of a set of line drawing commands. Okay, in the area of memory is called refresh display file or display program or display list or simply refresh buffer. Random scan systems are mainly designed for line drawing applications. Okay, cannot display realistic shaded scenes. Okay, അപ്പോൾ ഇതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേൻ്റെ പിക്ചർ. അതായത് നമ്മൾ അന്ന് വരച്ച വാക്വം ട്യൂബിനെ നമ്മളൊന്ന് ചുരുക്കിയിട്ട് സ്ക്രീനും ഇലക്ട്രോൺ ഗണ്ണും മാത്രമാക്കി വരച്ചത്. അതേപോലെ എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് റാസ്റ്റർ സ്കാൻ സിസ്റ്റം ആൻഡ് റാൻഡം സ്കാൻ സിസ്റ്റം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ പിക്ചർ ഇൻഫോർമേഷൻ ഇൻറ്റൻസിറ്റി വാല്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. റാൻഡം സ്കാൻ സിസ്റ്റത്തിൽ പിക്ചർ ഇൻഫോർമേഷൻ ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ഓർമ്മിക്കുക. പിക്ചർ ഇൻഫോർമേഷൻ ഈസ് സ്റ്റോർഡ് ആസ് എൻ ഇൻറ്റൻസിറ്റി വാല്യൂ ഇൻ റാസ്റ്റർ സ്കാൻ സിസ്റ്റം. In random scan system, picture information is stored in the form of line drawing commands. In raster scan system, picture information is stored in refresh buffer. Refresh buffer la store. In random scan system, picture information stored in refresh display file. Okay, അതുപോലെ വേറൊരു പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ ജാഗ്ഡ് ലൈൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ജാഗ്ഡ് മീൻസ് ചെരിഞ്ഞ ലൈൻസ് അല്ലേ, ഇങ്ങനെ അതിങ്ങനെ പോയിൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അവിടെ ചെരിവുണ്ടാവും ലൈൻസിന്. ബട്ട് ഇൻ എ റാൻഡം സ്കാൻ ഡിസ്പ്ലേ സ്മൂത്ത് ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. റാൻഡം സ്കാൻ സിസ്റ്റത്തിൽ സ്മൂത്ത് ലൈനും റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ ജാഗ്ഡ് ലൈനുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു പോയിൻ്റായി വരുന്നതുകൊണ്ട് ജാഗ്ഡ് ലൈനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ വരുന്ന ഡിഫറൻസ് ആണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ റിയലിസ്റ്റിക് അപ്ലിക്കേഷൻസ്. റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ് റിയലിസ്റ്റിക് അപ്ലിക്കേഷന് യൂസ് ചെയ്യും. റാൻഡം സ്കാൻ സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷൻ. ഓക്കെ, ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റാൻഡം സ്കാനും റിയലിസ്റ്റിക് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റാസ്റ്റർ സ്കാനുമാണ്. അപ്പോൾ ഇതാണ് raster scan and random scan display. Okay.